ഹലോ. അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഗബ്രി പുറത്തായിരിക്കുകയാണ്. നോമിനേഷനിൽ നിന്ന് വന്ന ആദ്യത്തെ തവണ തന്നെ ഗബ്രി പുറത്താകുമ്പോൾ അതിനർത്ഥം ജനങ്ങൾ ഗബ്രിയെ അക്സെപ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഗബ്രിയുടെ ഗെയിമിനോട് താല്പര്യം കാണിച്ചില്ല എന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഗബ്രി ഒരു നല്ല ഗെയിമർ ആയിരുന്നു, നല്ല രീതിയിൽ തന്ത്രങ്ങൾ അറിയുന്ന വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഗെയിമർ. പക്ഷേ ഗബ്രിയുടെ ആ മുന്നോട്ട് പോക്കിന് തടസ്സമായത് ആ റൊമാൻസ് സ്ട്രാറ്റജി ഉപയോഗിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജാസ്മിനുമായിട്ടുള്ള ആ കണക്ഷൻ ഗബ്രിക്ക് നെഗറ്റീവായിട്ട് വന്നു ഭവിച്ചത് തന്നെ ആവണം. അതല്ലെങ്കിൽ ഗബ്രിക്ക് മുന്നോട്ട് പോകാനുള്ള കാലിബർ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് സത്യം. അപ്പോൾ ഗബ്രിയും ജാസ്മിനും ഫൈനൽ ലിസ്റ്റിൽ വന്നിട്ട് രണ്ടുപേരിൽ ഒരാൾ പുറത്താകും എന്ന് വന്നപ്പോൾ ജാസ്മിൻ ആകെ കൺഫ്യൂഷനിലായിരുന്നു ഏത് എക്സ്പ്രഷൻ ഇടണമെന്ന്. താൻ പുറത്താകും അല്ലെങ്കിൽ താൻ അകത്താവുകയാണെങ്കിൽ സന്തോഷമാണ് വരേണ്ടത്, പക്ഷേ ഗബ്രി പുറത്താവുന്നതിന്റെ വിഷമവുമുണ്ട്. അപ്പോൾ ഫൈനലി ഗബ്രി എവിക്റ്റഡ് എന്ന് വന്നപ്പോൾ പെട്ടെന്ന് ജാസ്മിന്റെ മുഖത്തൊരു കൺഫ്യൂഷൻ വന്നു. ഇനിയിപ്പോൾ ഏത് എക്സ്പ്രഷനാണ് വേണ്ടത്, സന്തോഷം വേണോ കരച്ചിൽ വേണോ? എന്നാലും പെട്ടെന്ന് തീരുമാനിച്ചു, പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്തു, കരയുകയാണ് വേണ്ടത്. കാരണം ഗബ്രി പുറത്താവുകയാണ്. താൻ അകത്താവുന്ന സന്തോഷം ഉണ്ടെങ്കിലും ഗബ്രി പുറത്താവുന്നതിന്റെ വിഷമം കാണിച്ചല്ലേ പറ്റൂ. എന്തായാലും ഭയങ്കര കരച്ചിലും പിഴിച്ചിലുമായിരുന്നു. ഗബ്രി തിരിച്ചു വരും എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ ആശ്വസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കിക്കൂട്ടി പറഞ്ഞാൽ വളരെ നല്ലൊരു ഗെയിമർ ബിഗ് ബോസിൽ നിന്ന് പുറത്തായി എന്ന് തന്നെയാണ് സത്യം. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ജിൻഡോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിൻഡോയെ സംബന്ധിച്ച് ഗബ്രി ഒരു വളരെ ശക്തനായ എതിരാളി എന്നൊരു ഫീൽ ജിൻഡോയ്ക്ക് വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗബ്രി വളരെ ശക്തനായ ഒരു എതിരാളിയും ആണ്. കാരണം ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും മെന്റൽ ടാസ്ക് ആണെങ്കിലും ഗബ്രി നല്ല ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഗെയിമറാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഗെയിമിലൊന്നും ഗബ്രിയെ തോൽപ്പിക്കാൻ പറ്റില്ല. ഗബ്രിയെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഫീൽഡ് ജനങ്ങളുടെ വോട്ടായിരുന്നു. അവിടെ ജനങ്ങൾ ഗബ്രിയെ തോൽപ്പിച്ചു, ഗബ്രി പുറത്തായി. അപ്പോൾ അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളൊക്കെ വന്നത്. നമ്മുടെ നോറയെ ബെസ്റ്റ് യോദ്ധാവായിട്ട് തിരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്നത്തെ ബാറ്റിൽ ഗെയിമിൽ ഏറ്റവും ബെസ്റ്റ് യോദ്ധാവ് നോറ എന്ന് ആണ് പറയുന്നത്. അതിന് ആരാണ് തിരഞ്ഞെടുത്തത്? ബിഗ് ബോസ് ആണോ അതോ ജനങ്ങളാണോ? ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധ്യത ഉണ്ടോ? എനിക്ക് സംശയമാണ്. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല നോറയായിരുന്നു അന്നത്തെ ബെസ്റ്റ് ഗെയിമറെന്നോ ബെസ്റ്റ് യോദ്ധാവെന്നോ. പക്ഷെ എന്തോ നോറയെ തിരഞ്ഞെടുത്ത് ബെസ്റ്റ് യോദ്ധാവായിട്ട്. എന്തായാലും ഗബ്രി പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ ഗബ്രി ഉള്ളിൽ വിഷമിക്കുന്നുണ്ടാവാം, പവർ ടീമിൽ നിന്ന് സ്വയം പുറത്തു വരേണ്ടിയിരുന്നില്ല എന്ന്. കാരണം പവർ ടീമിൽ നിൽക്കാൻ ഏറ്റവും ഡിസേർവിംഗ് ഗബ്രി ആയിരുന്നു. അതിനുശേഷമേ ഋഷിയുടെ പേര് പോലും വരുന്നുള്ളൂ. ഋഷിയും ഗബ്രിയും തന്നെയായിരുന്നു പവർ ടീമിൽ നിൽക്കാൻ യഥാർത്ഥത്തിൽ ഡിസേർവിംഗ് ആയിട്ടുള്ളത്. ശ്രീരേഖയും ശരണ്യയും പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഗെയിം പ്ലാൻ ചെയ്തതും ഗെയിം നല്ല രീതിയിൽ കളിച്ചതും ഇവർ രണ്ടുപേരുമായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരെയും നിർത്തിയിട്ട് ഗബ്രി കുറച്ച് ഓവർ കോൺഫിഡന്റ് ആയിട്ടാണ് പുറത്തു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗബ്രി വിചാരിച്ചിട്ട് നിൽക്കണം തനിക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്നും തനിക്ക് വോട്ട് കിട്ടി എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നും. ആ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെയാണ് ഗബ്രിക്ക് വിനയായത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചത്തെ പവർ ടീമിനെ, അതായത് ഈ ആഴ്ചത്തെ പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്നത് ഋഷി ആയിരിക്കും. ഋഷി തിരഞ്ഞെടുക്കാൻ പോകുന്ന ടീമിൽ അൻസിബ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. പിന്നെ ശരണ്യയും ശ്രീരേഖയും കൂടി പവർ ടീമിലേക്ക് കയറ്റുമെന്നാണ് ഋഷി പറയുന്നത്. ഇങ്ങനെ ഈ ഇവരെയും കൂടെ കയറ്റിക്കഴിഞ്ഞാൽ ശരണ്യയും ശ്രീരേഖയും പിന്നെയും കണ്ടിന്യൂ ചെയ്യും. അതല്ലെങ്കിൽ അവർ നോമിനേഷനിൽ വരും. നോമിനേഷനിൽ വന്നാൽ ശരണ്യയും ശ്രീരേഖയും രണ്ടുപേരോ അതിൽ ഒരാളോ ഔട്ടാവാൻ സാധ്യത വളരെ അധികമാണ്. കാരണം ശരണ്യ ഇതിനു മുമ്പ് തന്നെ ജാൻമണിക്കൊപ്പം ഒരു തവണ ഔട്ടായതാണ്. അതിനുശേഷമാണ് ബിഗ് ബോസ് പറഞ്ഞത് ഇത്തവണ എവിക്ഷൻ ഇല്ല എന്ന്. അതല്ലെങ്കിൽ ശരണ്യ മുൻപ് തന്നെ പുറത്തു പോകേണ്ടതാണ്. എനിക്ക് തോന്നുന്നില്ല ശരണ്യക്ക് അധികം വോട്ട് ഉണ്ടാവുന്നത്. ശരണ്യ ഇപ്പോഴും അദൃശ്യയായി കഴിയുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് ഹൗസിൽ. ആ പവർ ടീം എന്നൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം ബിഗ് ബോസ് ഹൗസിൽ തുടർന്നു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരണ്യയുടെ ആക്ട് അല്ലെങ്കിൽ ശരണ്യയുടെ ഭാവം കണ്ടാൽ എന്തോ സംഭവമാണെന്ന് തോന്നുമെങ്കിലും ശരണ്യ പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിലൊന്നും ചെയ്യുന്നില്ല, ഗെയിമിലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ആഴ്ച ശരണ്യയും ശ്രീരേഖയും പവർ ടീമിൽ ഇല്ലെങ്കിൽ നോമിനേഷനിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ഒരാളോ അവർ രണ്ടുപേരോ പുറത്തു പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ ഋഷിയുടെ പ്ലാനിങ് മാക്സിമം വീക്കായിട്ടുള്ളവരെ പവർ ടീമിൽ ഇടുക എന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാക്സിമം പേരെ ഇടുകയാണെങ്കിൽ ശരണ്യയും ശ്രീരേഖയും കൂടി പവർ ടീമിൽ വരും. ഇത്തവണ അവർ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യത കൂടും. അതിനിടെ ജിൻഡോ അൻസിബയോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ ഋഷിയോട് റെക്കമെൻഡ് ചെയ്യാം നിന്നെ പവർ ടീമിൽ ഇടാനെന്ന്. അത് ജിൻഡോയുടെ വെറും ഒരു കളിയാണ്. ജിൻഡോ വിചാരിക്കുന്നത് തന്നെ പോലെ മറ്റുള്ളവർ മണ്ടനാണെന്നാണ്. അൻസിബയ്ക്ക് അറിയാം ജിൻഡോയും വെറുതെ വന്ന് പറഞ്ഞാണെന്ന്. ജിൻഡോയ്ക്കും അൻസിബയ്ക്കും ഋഷിക്കും എല്ലാവർക്കും അറിയാം അൻസിബ പവർ ടീമിൽ വരുമെന്ന്. ഋഷി ഉണ്ടെങ്കിൽ, ഋഷിയാണ് സെലക്ട് ചെയ്തെങ്കിൽ എന്തായാലും അൻസിബ പവർ ടീമിൽ വരും എന്നുള്ള കാര്യം ജിൻഡോയ്ക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. അപ്പോൾ ജിൻഡോ ചെറുതായിട്ടൊന്ന് തന്റെ നമ്പർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അൻസിബയുടെ മുന്നിൽ തന്റെ ഇമേജ് ഒന്ന് കൂട്ടാൻ വേണ്ടി പറഞ്ഞ ഡയലോഗ് മാത്രമാണ്. ഇതിനിടെ ആദ്യത്തെ ആഴ്ച പുറത്തായ രതീഷിനെ കൊണ്ടുവന്നിട്ട് ഒരാഴ്ച നിർത്തിയിട്ട് പിന്നെയും പുറത്താക്കിയിട്ടുണ്ട്. എന്തിനാണ് വീണ്ടും കൊണ്ടുവന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതും
രതീഷ് എവിക്റ്റഡ് എന്നൊരു ബോർഡിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം അയാൾ ടാസ്കുകളിലൊന്നും ഇല്ലായിരുന്നു, അയാൾ നോമിനേഷനിലും ഇല്ലായിരുന്നു. ജനങ്ങളല്ല അയാളെ തിരഞ്ഞെടുത്തതോ പുറത്താക്കിയതോ. രതീഷ് റിട്ടേൺസ് എന്നാണ് മതിയായിരുന്നു. രതീഷ് എവിക്റ്റഡ് എന്നുള്ള ബോർഡിന്റെ യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് രതീഷിനെ തിരിച്ചു കൊണ്ടുവന്നത് ചിലപ്പോൾ TRPക്ക് അയാൾ എന്തെങ്കിലും സംഭാവന ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. രതീഷ് വന്നിട്ട് TRP കൂടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അയാളെ കണ്ടസ്റ്റന്റ് ആക്കി മാറ്റാനും പ്ലാൻ ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ രതീഷ് വന്നിട്ട് TRPക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാത്ത സ്ഥിതിക്ക് രതീഷിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം അയാളെ എവിക്റ്റ് ചെയ്തത്. കാരണം രതീഷ് അത്ര ഇംപ്രസീവ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ഒന്നുമല്ല. രതീഷിന് ഇപ്പോഴും ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് തോന്നില്ല. അയാളുടെ ഓവർ ആക്ടിങ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അയാൾ വിചാരിക്കുന്നത് അയാളുടെ ആക്ടിങ് നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അയാൾ നല്ലവനായി ചമയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. വി ക്യാൻ സീ ത്രൂ. നമുക്ക് കാണാൻ പറ്റും അയാൾ ഉള്ളു പൊള്ളയായ വെറുതെ അഭിനയിക്കുന്ന ഒരാളാണെന്ന്. അത്ര അഭിനയത്തിന്റെ ആവശ്യമില്ല. എല്ലാവരും അഭിനയിക്കുന്നുണ്ടാവാം ബിഗ് ബോസിൽ. പക്ഷെ ഇയാളുടെ അഭിനയം കുറച്ച് എക്സാജറേറ്റഡ് ആണ്. അത്രയും എക്സാജറേഷന്റെ ആവശ്യം ഇല്ല. രതീഷിന് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. രതീഷ് വിചാരിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുമെന്നായിരിക്കണം. അങ്ങനെ കബളിപ്പിക്കാൻ പറ്റുന്നവരല്ല ജനങ്ങൾ. ജനങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് എപ്പിസോഡിൽ കാണുന്ന കാര്യങ്ങൾ കണ്ട് അനലൈസ് ചെയ്യാൻ ജനങ്ങൾക്ക് അറിയാം. ഓക്കെ, എപ്പിസോഡിൽ എന്താണ് കാണിക്കേണ്ടതെന്ന് ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് ഓരോ കോണ്ടസ്റ്റന്റും മുകളിലോ താഴെയോ ഒക്കെ പോകാം. അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ കാണുന്ന കാര്യങ്ങളിലൂടെ ഒരു കൃത്യമായ അനാലിസിസ് നടത്താൻ ജനങ്ങൾക്ക് സാധിക്കും. ഓക്കെ, പലരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഇത്തരം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ, ഇത്തരം കാപ്പട്ട മുഖങ്ങളെ തിരിച്ചറിയുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് തെറ്റുപറ്റാറില്ല സാധാരണ. എന്തായാലും രതീഷ് തിരിച്ച് വീട്ടിൽ പോയത് നല്ല കാര്യം തന്നെയാണ്. അപ്പൊ ലാലേട്ടൻ ജിൻഡോയ്ക്കും നോറയ്ക്കും കൊടുത്ത ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ടാസ്കിനെ പറ്റിയും പറഞ്ഞു. അതിൽ നമ്മൾക്ക് തോന്നി തന്നെയാണ് ലാലേട്ടനും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ പിന്നണിയിലുള്ളവർക്കും തോന്നിയത്. അതൊരു കോമഡി ആക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അതിനെ നോറ ദുരന്തമാക്കി മാറ്റി. സത്യത്തിൽ ആക്ച്വലി നോറ പ്രെജുഡൈസ്ഡ് ആയിരുന്നു ജിൻഡോയെ പറ്റി. ജിൻഡോ തന്നെ ടോർച്ചർ ചെയ്യുമെന്ന് കരുതി കൂട്ടി ഉറപ്പിച്ചാണ് നോറ ടാസ്കിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നോറയ്ക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, കണ്ടിരുന്ന നമ്മൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. യഥാർത്ഥത്തിൽ ഇവിടെ തെറ്റുപറ്റിയത് ഈ ഓപ്ഷൻ കൊടുത്ത ജനങ്ങൾക്കോ അല്ലെങ്കിൽ അത് തീരുമാനിച്ച ബിഗ് ബോസിനോ ആണ്. ജിൻഡോ നോറ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഒരു ഗെയിം വരുമ്പോൾ, ഇങ്ങനെ ഒരു ടാസ്ക് വരുമ്പോൾ അതിന് അവിടെ എന്റർടൈൻമെന്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നോറ ആദ്യമേ തീരുമാനിച്ചിരുന്നു ഇതെന്നെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ടാസ്ക്കാണ്. അതിനനുസരിച്ചാണ് നോറ പെരുമാറിയത്. അല്ലെങ്കിലും നോറ മിക്ക കാര്യങ്ങളും നെഗറ്റീവായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് അപ്രോച്ച് ഒരിക്കലും നോറയുടെ ഭാഗത്തു നിന്ന് കാണാറില്ല. ഒരാൾ അയാളെ സപ്പോർട്ട് ചെയ്താൽ പോലും അവിടെയും കുറ്റം കണ്ടെത്തും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക കാരണം, നെഗറ്റീവായിട്ടുള്ള ഒരു റീസൺ ഉണ്ടെന്ന് കണ്ടെത്തുന്ന ആളാണ് നോറ. അപ്പോൾ നോറ ആ ടാസ്ക് എൻജോയ് ചെയ്യില്ല. അത് കണ്ട നമ്മൾക്കും ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അത് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത്. ലാലേട്ടൻ പറഞ്ഞിട്ടും നോറയ്ക്ക് മനസ്സിലാവുന്നതൊന്നുമില്ല കാര്യങ്ങൾ. നോറ പറയുന്നത് എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്തത്. ഇയാൾ ഇങ്ങനെ ചെയ്യുകയായിരുന്നു, അയാൾ അങ്ങനെ ചെയ്യുകയായിരുന്നു. നോറയുടെ കൺസെപ്റ്റുകളെല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ സാധാരണക്കാർ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചിന്തിക്കുന്നത് പോലെ അല്ല നോറ ചിന്തിക്കുന്നത്. എന്ത് കാര്യത്തെയും നെഗറ്റീവ്ലി സെലക്ട് ചെയ്യാനാണ്, നെഗറ്റീവ്ലി അപ്രോച്ച് ചെയ്യാനാണ് നോറയ്ക്ക് ഇഷ്ടം. അതിനിടെ ലാലേട്ടൻ ഒരു വലിയ അബദ്ധം ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ലാലേട്ടൻ പറഞ്ഞു ശ്രീരേഖ ചെയ്ത ആ കാഞ്ചന എന്നുള്ള റോള് നന്നായിരുന്നു എന്ന്. അതായത് നമുക്ക് ഇനിയും ഇത്തരം വെറുപ്പിക്കലുകൾ സഹിക്കേണ്ടി വരും. ഇനി എന്തെങ്കിലുമൊക്കെ റോൾ ചെയ്യും, എന്തെങ്കിലുമൊക്കെ വേഷമിടും, അതെല്ലാം കണ്ട് സഹിക്കേണ്ടി വരും എന്നർത്ഥം. ഒരു ഒന്നൊന്നര വെറുപ്പിക്കലായിരുന്നു ആ കാഞ്ചന എന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളത് പ്ലീസ് കമൻറ്റ്. അപ്പോൾ എനിക്ക് വളരെയധികം ബോറായിട്ട് തോന്നിയ ഒരു റോളായിരുന്നു ആ കാഞ്ചന എന്ന രീതിയിൽ ചെയ്തത്. അപ്പോൾ എപ്പിസോഡ് വരുമ്പോൾ പലതും എഡിറ്റ് ചെയ്ത് കാണുന്നതുകൊണ്ട് അത്ര പ്രശ്നമില്ല. പക്ഷെ ലൈവ് കാണുമ്പോൾ ഒരു ദുരന്തം തന്നെയാണ്. കുറേ നേരം ഉണ്ടത്. അപ്പോൾ നമുക്ക് മിക്കവാറും അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ ലൈവ് കാണുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ശ്രീരേഖയുടെ ഈ റോളുകൾ എപ്പിസോഡിൽ വരുമ്പോൾ അത്ര പ്രശ്നമില്ല, കുറേയൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. എന്നിരുന്നാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ബോറിംഗ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു തവണ ആ അവയവദാനത്തെ പറ്റി ശ്രീരേഖയും സിബിനും കൂടെ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞു പോയി. അതിനുശേഷം ശ്രീരേഖ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹിക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എനിക്ക്. അപ്പോൾ ഗബ്രി ഇല്ലാത്ത ജാസ്മിൻ കൂടുതൽ ശക്തയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ശക്തിയായി മുന്നോട്ട് പോകാൻ ജാസ്മിന് സാധിക്കും. ഇനി ഇൻഹിബിഷൻസ് ഒന്നുമില്ല, സപ്പോർട്ടിന് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ കരയുന്നുണ്ടായിരുന്നു. തനിക്ക് തലചായ്ച്ച് കരയാനായിട്ട് തോളില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ആ തോന്നലുകളൊക്കെ മാറിക്കൊള്ളും. ബിഗ് ബോസ് കപ്പ് എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അത്തരം ചിന്തകളൊക്കെ, അത്തരം തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കൊള്ളും. ജാസ്മിൻ കൂടുതൽ ശക്തിയായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിരിക്കും പ്ലാൻ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാനാണ് സാധ്യത. ജാസ്മിൻ ഗബ്രി ഇല്ലാത്തതുകൊണ്ട് വീക്കാണ് എന്ന് തെറ്റിദ്ധരിച്ച്
ജിൻഡോ കൂടുതൽ ചൊറിയാൻ സാധ്യതയുണ്ട്, അതിനെ തിരിച്ചു കിട്ടുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോൾ ജിൻഡോയെ സംബന്ധിച്ച് ജിൻഡോയ്ക്കുള്ള എതിരാളി ജാസ്മിനാണ്, പിന്നുള്ളത് സിജോ ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരെ ഒതുക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇനി ജിൻഡോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം ജിൻഡോ മറ്റാരെയും തന്റെ എതിരാളിയായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ഈവൻ സിജോയെ പോലും എതിരാളിയായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ജാസ്മിനെ സൈക്കോളജിക്കലി തകർക്കാനുള്ള ശ്രമമായിരിക്കും ഇനി ജിൻഡോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. ആ രീതിയിലായിരിക്കും ജിൻഡോ ഇനി കളിക്കാൻ പോകുന്നത്. പക്ഷേ ജാസ്മിൻ അതിനെ പിടിച്ചിരുന്ന് അതിൽ തിരികെ വരാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിൻ്റെ മെന്റൽ സ്ട്രെങ്ത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. എത്ര ബ്രേക്ക് ആയാലും എത്ര ബ്രേക്ക് ഡൗൺ ആയാലും അതിൽ നിന്ന് കരകയറി വരാറുണ്ട് ജാസ്മിൻ. അതൊരു കഴിവ് തന്നെയാണ്. എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ നെഗറ്റീവ് അതിൽ നിങ്ങൾ കണ്ടെത്തിയാലും അതൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ ഈ ആഴ്ച വീക്കായിട്ടുള്ളവരെ ആയിരിക്കണം ഋഷി പവർ ടീമിൽ ഇടാൻ പോകുന്നത്. രണ്ടുപേരും അൻസിബയും അഭിഷേകുമാണ്. അഭിഷേക് വീക്കാണെന്ന് ഞാൻ പറയില്ല. അഭിഷേക് നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷേ ശ്രീരേഖയും ശരണ്യയും കൂടി ഇടുകയാണെങ്കിൽ അതൊരു വീക്കായിട്ടുള്ള പവർ ടീം തന്നെ ആയിരിക്കും. പക്ഷേ അങ്ങനെ ഇട്ടിട്ട് സ്ട്രോങ് ആയിട്ടുള്ളവരെ വെളിയിൽ നിർത്തി അവരിൽ ഒരാളെ പുറത്താക്കാനായിരിക്കും ഋഷിയുടെ ശ്രമം. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.